കോൺഗ്രസിന്റെ സാഹചര്യമെങ്കിൽ ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥി പട്ടിക ഇന്നുണ്ടാകും എന്ന് കഴിഞ്ഞ 2 ദിവസമായി നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. വാർത്താരംഭം അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി കഴിഞ്ഞ ദിവസങ്ങളിൽ സംഭവിക്കാൻ സാധ്യതയുള്ളത് ഈ പട്ടികയാണ് എന്നും റിപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷേ ഇതുവരെയും ആ പട്ടിക പുറത്തു വന്നിട്ടില്ല. ഇന്നും നമുക്ക് പട്ടിക ഉണ്ടാകും എന്ന് മാത്രമാണ് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നത്. അതെന്തുകൊണ്ട് എന്ന ചോദ്യം ബാക്കി നിൽക്കുകയാണ്. കാരണം തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേർന്നിട്ടിപ്പോൾ 2 ദിവസം കഴിഞ്ഞു. ഇതോടൊപ്പം സംസ്ഥാനത്തെ ചില മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനവും ഉണ്ടാകും. തൃശ്ശൂരിൽ സുരേഷ് ഗോപിയും ആറ്റിങ്ങലിൽ വി മുരളീധരനും സ്ഥാനാർത്ഥികൾ ആകും എന്നത് നേരത്തെ തന്നെ ഉറപ്പായിരുന്നു. തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരൻ സ്ഥാനാർത്ഥിയാകും എന്ന അഭ്യൂഹം തന്നെയാണ് ഇപ്പോഴും ശക്തമായി തുടരുന്നത്. ബി.ജെ.പിയിൽ ചേർന്ന പി.സി. ജോർജ് പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയാകും എന്നും സൂചനകളുണ്ട്. പത്തനംതിട്ടയിൽ ശ്രീധരൻപിള്ളയുടെ പേരും സജീവമായി പരിഗണിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലത്തെ വിവരം. കഴിഞ്ഞ ദിവസം കേന്ദ്ര പാർലമെന്ററി ബോർഡ് യോഗം ചേർന്നിരുന്നു. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെക്കൻ സംസ്ഥാനങ്ങളിൽ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ മത്സരിക്കുമെന്ന ചർച്ചകളും സജീവമാണ്. വാർത്തയുടെ വിശദാംശങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്ന് അശ്വിനിയും തിരുവനന്തപുരത്ത് നിന്ന് വി വിനോദും ആണ് ചേരുന്നത്. ആദ്യം അശ്വിനിയിലേക്ക്. അശ്വിനി, ഇതിപ്പോൾ ഇന്നുണ്ടാകും എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസവും സൂചിപ്പിച്ചു. ഏറ്റവും ഒടുവിൽ ഈ പാർട്ടി കേന്ദ്രങ്ങളിൽ നിന്ന് അറിയാൻ സാധിക്കുന്നത് കൂടുതൽ നേതാക്കൾ ബി.ജെ.പിയിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അത് ചില മണ്ഡലങ്ങളെ, അതായത് ഇപ്പോൾ ഒരു പട്ടിക തയ്യാറാക്കിയിട്ടുള്ള ചില മണ്ഡലങ്ങളിൽ സ്വാധീനമുള്ള മറ്റു പാർട്ടിയിലെ നേതാക്കളാണ് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് വൈകുന്നത് എന്ന സൂചനയുണ്ട്. ഒപ്പം മോദിയുടെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ചും ചർച്ച അവസാന ഘട്ടത്തിലെന്നറിയുന്നു. ഇന്നെങ്കിലും പ്രതീക്ഷിക്കാമോ? കെ പി അഭിലാഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ചർച്ച അല്ലെങ്കിൽ സീറ്റ് ബി.ജെ.പിയുടെ സീറ്റ് പ്രഖ്യാപനം വൈകുകയാണെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം ഞായറാഴ്ച മുതൽ തിങ്കളാഴ്ച മുതൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ് ഇത്തരത്തിലൊരു സീറ്റിന്റെ തീരുമാനങ്ങളടക്കം. കാരണം ബി.ജെ.പിയുടെ ഓരോ സംസ്ഥാനങ്ങളുടെയും കോർ കമ്മിറ്റി അടക്കം ഡൽഹിയിൽ ചേരുന്നു. അവിടുത്തെ പ്രധാന നേതാക്കളുമായി അമിത്ഷായും അതുപോലെ തന്നെ ജെ.പി. നഡ്ഡയും അടക്കമുള്ള മുതിർന്ന നേതാക്കളെല്ലാം ചർച്ച നടത്തുന്നു. പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിൽ തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേരുന്നു. അതിന് പിന്നാലെ തന്നെ ഏകദേശം 100 മുതൽ 125 സീറ്റുകളിലേക്ക് വരെ സ്ഥാനാർത്ഥികളുടെ പട്ടികയൊക്കെ പ്രഖ്യാപിക്കുന്ന തരത്തിലായിരുന്നു ആദ്യമേയൊക്കെ വാർത്തകൾ വന്നിരുന്നത്. പട്ടിക ഇന്നലെയും വന്നില്ല, ഇന്ന് ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലൊക്കെ തന്നെയാണ് ഇപ്പോഴും വാർത്താ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നിരുന്നാലും ഇത് സംബന്ധിച്ചൊരു സ്ഥിരീകരണം ഇനിയും നൽകാൻ സാധിച്ചിട്ടില്ല, പ്രത്യേകിച്ച് പ്രധാനമന്ത്രിയുടെ സ്ഥാനാർത്ഥിത്വം. കാരണം നമ്മൾ കഴിഞ്ഞ തവണ കണ്ടതാണ്, ആദ്യമായി അദ്ദേഹം മത്സരിക്കുമ്പോൾ രണ്ട് മണ്ഡലങ്ങളിലായിരുന്നു അദ്ദേഹം മത്സരിച്ചിരുന്നത്. അതിനുശേഷം വാരണാസി മാത്രമായിരുന്നു അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. ഇത്തവണ അദ്ദേഹം ദക്ഷിണേന്ത്യയിലെ ഏതെങ്കിലും ഒരു സീറ്റിൽ മത്സരിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ സാധിക്കില്ല. കാരണം ഇനി ബി.ജെ.പിയുടെ ലക്ഷ്യം, കാരണം ഉത്തരേന്ത്യയിലും ഏകദേശം മിക്ക സംസ്ഥാനങ്ങളിലും ബി.ജെ.പി തങ്ങളുടെ അധികാരം ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. 1-2 സംസ്ഥാനങ്ങൾ ഒഴികെ ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലെല്ലാം ബി.ജെ.പിക്ക് ശക്തമായ വേരോട്ടമൊക്കെ ഉറപ്പിക്കാൻ സാധിച്ച ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ ബി.ജെ.പിയുടെ ഇനിയുള്ള ശ്രദ്ധ എന്ന് പറയുന്നത് ദക്ഷിണേന്ത്യ തന്നെയായിരിക്കും. കാരണം ദക്ഷിണേന്ത്യയിലാണ് ഇപ്പോൾ ബി.ജെ.പിക്ക് ഒരു ശക്തമായ സാന്നിധ്യം ഇല്ല എന്ന് പറയാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തെലങ്കാനയിലും കാര്യമായ നേട്ടമുണ്ടാക്കാനായില്ല. കാരണം സീറ്റ് നില മെച്ചപ്പെടുത്തിയെങ്കിൽ പോലും അതൊരു കാര്യമായ നേട്ടമായി ബി.ജെ.പി കണക്കാക്കുന്നില്ല. കർണാടകയിൽ ഭരണം നഷ്ടമാകുന്ന ഒരു സാഹചര്യം, ഇത്തരത്തിൽ ഒരു തിരിച്ചടികൾ ദക്ഷിണേന്ത്യയിൽ നിന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കൂടി അവിടെ തങ്ങളുടെ ശക്തമായ സാന്നിധ്യം ഉറപ്പിക്കാൻ വേണ്ടി കൂടി തന്നെയാണ് പ്രധാനമന്ത്രി അവർ നേരിട്ടിറക്കുന്നത്. കാരണം ബി.ജെ.പിയുടെ മുഖം എന്ന് പറയുന്നത് ഇപ്പോൾ നരേന്ദ്രമോദി തന്നെയാണ്. അത് 2014 മുതൽ അത്തരത്തിലൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ബി.ജെ.പിക്ക് സാധിച്ചു. അതിൽ അവർ വിജയിക്കുകയും ചെയ്തു. 2019 തന്നെ അതിൽ തന്നെ അവർ ഉറച്ചു നിൽക്കുകയാണ്. ഇപ്പോൾ മോദി ഇമേജിൽ തന്നെ ഉറച്ചു നിന്ന് അത്തരത്തിലൊരു നീക്കം നടത്തുകയാണ്. മോദിയിലൂടെ ദക്ഷിണേന്ത്യയിലേക്ക് തങ്ങളുടെ ശക്തമായ സാന്നിധ്യം അറിയിക്കുക, അല്ലെങ്കിൽ തങ്ങളുടെ വേര് ഉറപ്പിക്കുക എന്ന് തന്നെയാണ് ബി.ജെ.പി ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. അങ്ങനെ ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല. പരാജയ സാധ്യത നിലനിൽക്കുമ്പോൾ പോലും മോദി എന്ന ഫാക്ടർ അല്ലെങ്കിൽ മോദി എന്ന പേരിന് ഒരു വിജയ സാധ്യത ബി.ജെ.പി നൽകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അവരൊരു സേഫായ ഒരു മണ്ഡലം, ബി.ജെ.പി വിജയിക്കുമെന്ന് ഉറപ്പായ ഒരു മണ്ഡലം അവർ നരേന്ദ്രമോദിക്ക് നൽകിയേക്കുമ്പോൾ നരേന്ദ്രമോദി അങ്ങനെ ദക്ഷിണേന്ത്യയിൽ നിന്ന് മത്സരിക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല. പ്രത്യേകിച്ചും രാഹുൽ ഗാന്ധി വയനാട് കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ ദക്ഷിണേന്ത്യ കേന്ദ്രീകരിച്ച് കൂടുതൽ പ്രവർത്തനം ശക്തമാക്കുമ്പോൾ ബി.ജെ.പി തീർച്ചയായിട്ടും അതിനൊരു തടയിടുവാൻ വേണ്ടി തന്നെ മോദിയെ തന്നെയായിരിക്കും ഇറക്കുക. മറ്റ് കാര്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏകദേശം ഹരിയാന, ഉത്തർപ്രദേശ് എന്നീ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെക്കുറിച്ച് തന്നെയാണ്, അല്ലെങ്കിൽ അവിടുത്തെ സീറ്റ് വിഭജനം തന്നെയാണ് പ്രധാനമായും ചർച്ച ചെയ്തത്. ഇതിൽ ഹരിയാനയിൽ നിലവിൽ സഖ്യ സർക്കാരാണ്, അതായത് ബി.ജെ.പിയും പ്രാദേശിക പാർട്ടിയുമായുള്ള സഖ്യ സർക്കാരാണ് അവിടെ നിലനിൽക്കുന്നത്. എന്നാൽ ഈ സഖ്യം ലോക്സഭയിൽ കാണില്ല എന്ന തരത്തിലുള്ള സൂചനകളൊക്കെ പുറത്തു വരുന്നുണ്ട്. അതേസമയം അസമിൽ അവിടുത്തെ പ്രാദേശിക പാർട്ടികൾക്ക് 3 സീറ്റുകൾ വരെ നൽകുമെന്നും ഒക്കെ റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ഇത് സംബന്ധിച്ച് ഒരു സ്ഥിരീകരണം ഇനിയും ഉണ്ടായിട്ടില്ല. ഉത്തർപ്രദേശിലെ 20 മുതൽ 25 വരെ സീറ്റുകളിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊക്കെ ആദ്യഘട്ടത്തിൽ തന്നെ ഉണ്ടാകും. ഇതിൽ പ്രധാനമായും ഉൾപ്പെടുക വാരണാസി, അതുപോലെ തന്നെ രാജ്നാഥ് സിംഗിന്റെ ലഖ്നൌ അടക്കമുള്ള സീറ്റുകളായിരിക്കും. മധ്യപ്രദേശിലെ ചില സീറ്റുകൾ
സീറ്റുകളിലേക്കും ഇതുപോലെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചേക്കും. പക്ഷേ മധ്യപ്രദേശിലേക്ക് എത്തുമ്പോൾ കമൽനാഥിന്റെ ഒരു അനിശ്ചിതത്വം അത് ഇപ്പോഴും തുടരുന്ന ഒരു സാഹചര്യമാണ്. കമൽനാഥ് വന്നേക്കുമെന്നൊരു സൂചനകളൊക്കെ ബിജെപിയുടെ കേന്ദ്രങ്ങൾ തന്നെ പുറത്തുവിട്ടിരുന്നു. അത്തരത്തിലുള്ള വലിയൊരു ക്യാമ്പയിൻ പോലെ തന്നെ നടത്തുകയും ചെയ്തിരുന്നു. അത് കോൺഗ്രസിന് വലിയ തിരിച്ചടിയൊക്കെ നൽകുകയും ചെയ്ത സാഹചര്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു മധ്യപ്രദേശിൽ തിരക്കിട്ട സീറ്റ് അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുള്ള സാഹചര്യം നിലവിലില്ല. അത് നേരത്തെ തന്നെ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ കൂടുതൽ നേതാക്കൾ പല പാർട്ടികളിൽ നിന്ന്, പ്രത്യേകിച്ച് കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികളിൽ നിന്ന് കൂടുതൽ നേതാക്കൾ ബിജെപിയിലേക്ക് എത്താനുള്ളൊരു സാധ്യതയുണ്ട്, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കൂടി അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ. അങ്ങനെയാണെങ്കിൽ മറ്റു പാർട്ടികളുടെ കൂടി സീറ്റ് വിഭജനം പൂർത്തിയായ ശേഷം ആയിരിക്കും മറ്റ് സീറ്റുകൾ, അതായത് ഈ കൂടുതൽ സീറ്റുകളിലേക്കുള്ള പട്ടിക പ്രഖ്യാപിക്കുക. അതായത് കൂടുതൽ നേതാക്കൾ പാർട്ടിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവർക്ക് അവസരം നൽകാൻ വേണ്ടി അവർ ഒരു ഗ്യാപ്പ് അല്ലെങ്കിൽ ടൈം അവർക്ക് നൽകാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ ഒരു ഇടവിട്ടായിരിക്കും കൂടുതൽ പട്ടികകൾ പുറത്തിറങ്ങും. അതേസമയം പ്രത്യേകിച്ച് പ്രധാനമന്ത്രി അടക്കമുള്ളവരുടെ ഒരു അടങ്ങുന്ന അമിത്ഷാ, രാജ്നാഥ് സിംഗ്, അതുപോലെ നിതിൻ ഗഡ്കരി അടക്കമുള്ള നേതാക്കളുടെ ഒരു അടങ്ങുന്ന ഒരു പട്ടികയായിരിക്കും ചിലപ്പോൾ ആദ്യഘട്ടത്തിൽ പുറത്തു വരിക. ശരി, അങ്ങനെ പ്രതീക്ഷിക്കുമ്പോൾ തന്നെ അതാണ് വിനോദ്, ഈ ബിജെപിയെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും സ്റ്റേറ്റിന്റെ പട്ടിക പുറത്തിറക്കാറില്ല. 2 or 3 ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കും. അതിൽ എല്ലാ സംസ്ഥാനങ്ങളിലെയും ചില മണ്ഡലങ്ങൾ ഉണ്ടാകും. കേരളവും ആദ്യത്തെ പട്ടികയിൽ ഇടം പിടിക്കും. പ്രത്യേകിച്ച് ധാരണയായിട്ടുള്ള തൃശ്ശൂരും ആറ്റിങ്ങലും ഉൾപ്പെടെയുള്ള. ഒപ്പം മറ്റ് മണ്ഡലങ്ങളെ സംബന്ധിച്ച് എത്രത്തോളം സീറ്റ് ധാരണയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അഭിലാഷ്, ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് വലിയ ആകാംക്ഷകളും ചോദ്യവും ഒക്കെ തന്നെയാണ് അന്തരീക്ഷത്തിൽ നിൽക്കുന്നത്. കാരണം പലവിധ പേരുകൾ അല്ലെങ്കിൽ പല മണ്ഡലങ്ങളിൽ പല പേരുകൾ കഴിഞ്ഞ ദിവസങ്ങളിലായി ഉയർന്നു വരുന്നിരുന്നു. വളരെ സജീവമായി ചർച്ച ചെയ്തത് തിരുവനന്തപുരം, അതോടൊപ്പം തന്നെ തൃശൂർ മണ്ഡലങ്ങൾ, അത് A+ മണ്ഡലങ്ങളായി കാണുന്നു. അതോടൊപ്പം തന്നെയാണ് പത്തനംതിട്ട, വടകര, കോഴിക്കോട്, പാലക്കാട്, കാസർഗോഡ് തുടങ്ങി നിരവധി മണ്ഡലങ്ങളിൽ ശക്തരായ സ്ഥാനാർത്ഥികളെ ഇറക്കി അവിടെ വീറിട്ട പോരാട്ടം എന്ന നിലയ്ക്ക് ചില സീറ്റുകൾ വിജയസാധ്യത എന്നത് തന്നെയാണ്. 2 അക്കം ആണ് മോഡി തിരുവനന്തപുരത്തെ പൊതുസമ്മേളനത്തിൽ സംസാരിച്ചു പോയപ്പോൾ അദ്ദേഹം പറഞ്ഞത് 2 അക്കത്തിലേക്ക് ബിജെപിയുടെ സീറ്റ് കേരളത്തിലുണ്ടാകും എന്ന നിലയ്ക്കാണ്. ഏതായിരുന്നാലും വളരെ സസ്പെൻസ് നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് തിരുവനന്തപുരം മണ്ഡലത്തിന്റെ കാര്യത്തിൽ രാജീവ് ചന്ദ്രശേഖറിന്റെ പേരാണ് ഏറ്റവും ഒടുവിൽ സജീവമായി പറഞ്ഞു കേൾക്കുന്നത്. പക്ഷേ ഒരു ഉറപ്പുമില്ല അദ്ദേഹം തന്നെയാകുമോ സ്ഥാനാർത്ഥി എന്ന കാര്യത്തിൽ. അങ്ങനെ ഒരു ഉറപ്പില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ പേരാണ് ഏറ്റവും ഒടുവിലത്തെ റൗണ്ടിൽ അദ്ദേഹത്തിന്റെ പേരാണ് വളരെ സജീവമായി നിൽക്കുന്നത്. നിരവധി പേരുകൾ തിരുവനന്തപുരത്ത് ഉയർന്നു വന്നിരുന്നു. ഇതിനകം സ്ഥിരീകരണമായിട്ടുള്ളത് നമുക്ക് തൃശൂർ സുരേഷ് ഗോപി മത്സരിക്കുമെന്ന കാര്യം ഉറപ്പാണ്. ആറ്റിങ്ങലിൽ വി മുരളീധരൻ മത്സരിക്കുമെന്ന കാര്യം ഉറപ്പാണ്. പക്ഷേ നിർമ്മലാ സീതാരാമൻ മുതൽ പല പേരുകൾ, ISRO ചെയർമാന്റെ പേര് നിർമ്മലാ സീതാരാമൻ, അതോടൊപ്പം തന്നെ രാജീവ് ചന്ദ്രശേഖർ തുടങ്ങി നടി ശോഭന, ഒട്ടനവധി പേരുകൾ രാഷ്ട്രീയത്തിൽ നിന്നാണെങ്കിൽ ബിജെപിയിൽ നിന്നാണെങ്കിൽ കുമ്മനം രാജശേഖരനും BV രാജേഷ് തുടങ്ങി നേരിട്ട് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾ, അങ്ങനെ പല പേരുകൾ തിരുവനന്തപുരത്ത് ഉയർന്നു വന്നു. പക്ഷേ ആരാണ് സ്ഥാനാർത്ഥി എന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തതയില്ല. അശ്വനി പറഞ്ഞതുപോലെ തന്നെ തെക്കൻ സംസ്ഥാനങ്ങളിൽ സാന്നിധ്യം ഉറപ്പിക്കാൻ ബിജെപി ആലോചിക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ തവണ കേരളത്തിൽ രാഹുൽ ഗാന്ധി മത്സരിച്ചപ്പോൾ ഉണ്ടായ ഒരു ചലനം 19 സീറ്റ് എന്ന ഒരു മൃഗീയമായ ഭൂരിപക്ഷത്തിലേക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു നേട്ടത്തിലേക്ക് പോയി. അന്ന് പല ഘടകങ്ങളുണ്ട്. രാഹുൽ ഗാന്ധി ഒരു വലിയ ഘടകമായിരുന്നു. അതോടൊപ്പം തന്നെ ശബരിമല ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ അന്ന് കത്തിനിന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് ബിജെപിയുടെ പ്രധാനപ്പെട്ട നേതാക്കൾക്ക് തെക്കൻ സംസ്ഥാനങ്ങളിൽ മത്സരിച്ചുകൂടാ എന്ന ചോദ്യം സജീവമാണ്. ഇതിനകം തന്നെ 3 സർവേ ബിജെപി കേന്ദ്ര നേതൃത്വം ഇവിടെ നടത്തിയിട്ടുണ്ട്. വരാഹി എന്നൊരു ഏജൻസി കേരളത്തിൽ തന്നെ തമ്പടിച്ച് സർവേ നടത്തുന്നുണ്ട്. RSSൽ നിന്നുള്ള വിവരങ്ങൾ ബിജെപി ശേഖരിച്ചുകൊണ്ടുള്ള RSSന്റെ താൽപര്യം കൂടി ഉൾക്കൊണ്ടുകൊണ്ടുള്ള സ്ഥാനാർത്ഥി നിർണയം. ആ നിലയ്ക്ക് ബിജെപി സംസ്ഥാന ഘടകത്തിന്റെ താൽപര്യം പ്രധാനപ്പെട്ട ഏതെങ്കിലും ഒരു നേതാവ്, ഒന്നിൽ കൂടുതലോ നേതാക്കൾ തെക്കൻ സംസ്ഥാനങ്ങളിൽ, തമിഴ്നാട്, കേരള പോലുള്ള സംസ്ഥാനങ്ങളിൽ മത്സരിക്കണമെന്ന ആവശ്യം ശക്തമാണ്. പ്രത്യേകിച്ച് തമിഴ്നാട്ടിലേക്ക് പ്രധാനമന്ത്രി അടിക്കടി നടത്തിയ യാത്രകൾ, അദ്ദേഹത്തിന്റെ രാമേശ്വരം സന്ദർശനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, കന്യാകുമാരിയിൽ ബിജെപിക്ക് നേരത്തെ വിജയിക്കാൻ കഴിഞ്ഞ ഒരു സാഹചര്യം, ഇതെല്ലാം പരിഗണിക്കുന്നുണ്ട്. ഒരുപക്ഷെ കേരളത്തിൽ പോലും കേന്ദ്രത്തിൽ നിന്നുള്ള ഒരു പ്രധാനപ്പെട്ട നേതാവ് മത്സരരംഗത്തേക്ക് എത്തിയാലും അത്ഭുതപ്പെടാനില്ല. അതാണ് 130 സീറ്റുകളുണ്ട് ഈ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ. അവിടെ കർണാടകത്തിൽ മാത്രമാണ് 25 സീറ്റുള്ള കർണാടകത്തിൽ മാത്രമാണ് ഇപ്പോൾ ബിജെപിക്ക് ലോക്സഭയിൽ കരുത്തുള്ളൂ. അവിടേക്ക് കൂടി എത്തിയാൽ മാത്രമേ 370 എന്ന അവകാശവാദം ബിജെപിക്ക് സാധൂകരിക്കാൻ സാധിക്കൂ. അതേസമയം